സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണി എക്സ്പീരിയ Z2 എങ്ങനെ ബാറ്ററി റീപ്ലേസ് ചെയ്യാം, എങ്ങനെ ഇത് ഡീഅസംബിൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചേ കാണുക. ഇതിന് സ്ക്രൂകളൊന്നുമില്ല, നിങ്ങൾക്കറിയാം ഇതിന് സ്ക്രൂകളൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ അഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ ബാക്ക് ഭാഗം അഴിക്കുക എന്നുള്ളതാണ്. ഈ സൈഡിൽ നിന്നാണ് അഴിക്കേണ്ടത്. ഈ സൈഡിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, എക്സ്റേ ഷീറ്റോ ബ്ലേഡിന്റെ പീസോ വെച്ച് നിങ്ങൾക്ക് തിക്കി അഴിക്കാം. ഇത് ഗ്ലാസ് ആണ്, അപ്പൊ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ ഡിസ്പ്ലേ അഴിക്കുന്നത് പോലെ തന്നെ ശ്രദ്ധിച്ചഴിക്കണം. അധികം ഗമ്മാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സൈഡ് ചൂടായി കൊടുക്കുക. ചൂടായി കൊടുത്തതിന് ശേഷം മാത്രം എക്സ്റേ ഷീറ്റ് പതുക്കെ കയറ്റി സൈഡ് മൊത്തം റിമൂവ് ആക്കിയതിന് ശേഷം എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ രീതി. മുഴുവൻ ഗമ്മ് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് എടുക്കാൻ ശ്രമിക്കാവൂ, അല്ലെങ്കിൽ ഇത് പൊട്ടാനും ഒടിയാനുമുള്ള സാധ്യതയുണ്ട്. ഇത് ഗ്ലാസ് ആണ്, പെട്ടെന്ന് പൊട്ടിപ്പോകും. വളരെ ശ്രദ്ധിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ഈസി ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത്രേ ഉള്ളൂ ഗമ്മ്. അപ്പോൾ ആ ഗമ്മ് ചുറ്റും ഒന്ന് ഷീറ്റ് ഒടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ശകലം ശ്രദ്ധ തെറ്റിയാൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എടുക്കുക. പൊട്ടിയാലും സാരമില്ല, ഈ സാധനം ഇങ്ങനെ തന്നെ മാർക്കറ്റിൽ ലഭ്യമാണ്, വാങ്ങിക്കാൻ ലഭ്യമാണ്. അതിനുശേഷം ബാറ്ററി കണക്ടർ എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 2 സ്ക്രൂകൾ കാണാൻ സാധിക്കും. ആ സ്ക്രൂകൾ ഇളക്കുക. അതിനുശേഷം ബാറ്ററി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറി വയ്ക്കാൻ സാധിക്കുന്നതാണ്. മാറി വെക്കേണ്ടതാണെങ്കിൽ മാറി വയ്ക്കുക. ചില കേസുകളിൽ ഇങ്ങനെ ഇരുന്ന് ഡെഡായിപ്പോയ ഫോണുകളുണ്ട്. അങ്ങനെയുള്ള കേസാണെന്നൊരു ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കുക. ചില കേസുകൾ ഉണ്ട്, അല്ലാത്ത കേസുകൾ, അതായത് ബാറ്ററി ടൈം കിട്ടുന്നില്ല, അതായത് ഓണായി ഇത്ര നേരത്തേനെ കിട്ടുന്നുള്ളൂ. അങ്ങനെയുള്ള കേസിലൊക്കെ ആണെങ്കിൽ ബാറ്ററി മാറ്റുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.